നമസ്കാരം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിലമതിക്കുന്ന അസറ്റ് അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ മാനവശേഷി. പണ്ട് ഒരുപാട് അസറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ആസ്തികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പോഴും ചിലരോടൊക്കെ ചോദിക്കാൻ ഏറ്റവും വിലയുള്ള ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണമാണെന്ന് പറയും. കാരണം സ്വർണത്തിന്റെ വില ഇപ്പം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. കാരണം നിർമ്മിതികളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അതിൻ്റെ എല്ലാം നടത്തിപ്പിൻ്റെയും ഒക്കെ പിന്നെ പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെ ശക്തിയാണ്. മനുഷ്യനില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഒരാളാൽ നടത്തപ്പെടുന്ന ഒരു ഫാക്ടറി തുടങ്ങി ഒരു രാഷ്ട്ര നിർമ്മാണവും രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും ലോകങ്ങളുടെ തന്നെ നിയന്ത്രണവും എല്ലാം മനുഷ്യരുടെ കയ്യിലാണ്. അപ്പം എങ്ങനെ ഈ മനുഷ്യരെ അതിന് പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പം ഞാൻ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു ക്ലാസ് എടുക്കുകയല്ല. എന്നിരുന്നാലും ഇത്ര ശക്തരായ ജനങ്ങളെ, ശക്തരായ ഒരു റിസോഴ്സിനെ ആരാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് വാർത്തെടുക്കുന്നത്? പൊതുവെ ഞാൻ പേരൻറ്റിങ് വിഷയങ്ങളിലെല്ലാം തന്നെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ഈ മാനവശേഷിയെ വാർത്തെടുക്കേണ്ടത് ഓരോ വ്യക്തികളുമാണ്. നമ്മളുടെ ഓരോ വീടുകളിൽ നിന്നുമാണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഈ മാനവശേഷി ഉണ്ടാക്കുന്നത്. നമ്മളുടെ മക്കളാണ് നാളെ ഈ ലോകം ഭരിക്കുന്നത്. അപ്പോൾ അവരെ അതിന് പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഒരു ലോകത്തെ സംബന്ധിച്ചോളം ഏറ്റവും വില കൂടിയ ആസ്തി ജനങ്ങളാണെങ്കിൽ, ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ, ഒരു വീട്ടിൽ ഇല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും സംബന്ധിച്ച് അവരുടെ ഏറ്റവും വില കൂടിയ ആസ്തി അവരുടെ മക്കളാണ്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അറിവും വിദ്യാഭ്യാസവുമാണ് ഏറ്റവും വലിയ ആസ്തി. അല്ലാതെ അവർക്കൊരു 5 ഫ്ലാറ്റും കുറെ സ്വർണ്ണാഭരണങ്ങളും പണവും ഇഷ്ടം പോലെ ചോദിക്കുമ്പോൾ ഉപയോഗിക്കാൻ കാറും മറ്റു വാഹനങ്ങളും കൊടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇതൊന്നും സമ്പാദിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അറിവ് കൊണ്ട് അവരുടെ കണ്ണു തുറപ്പിച്ചാൽ മാത്രം മതി. സ്വഭാവ രൂപീകരണം നമ്മൾ ചെയ്താൽ മതി. അപ്പം സ്വഭാവ രൂപീകരണവും അറിവും നമുക്ക് പകർന്നു കൊടുക്കുക. പിന്നെ നമ്മളെ അറിയുന്ന, അച്ഛനെ അറിയുന്ന, അമ്മയെ അറിയുന്ന, ജീവിതം അറിയുന്ന, ജനങ്ങളെ അറിയുന്ന, സമൂഹത്തെ അറിയുന്ന, സമൂഹത്തോടുള്ള കടപ്പാടറിയുന്ന ഒരു പുതിയ തലമുറയെ എങ്ങനെ നമ്മൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നോ അതായിരിക്കും നമ്മുടെ ജീവിത വിജയം. അതായിരിക്കും നമുക്ക് ഈ ലോകത്തോട് കൊടുക്കാനുള്ള സന്ദേശവും. നമ്മൾ ജീവിച്ചിരുന്നു എന്ന് ഈ ലോകത്ത് അടയാളപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രവുമായിരിക്കും. എല്ലാവരുടെയും ജീവിതം സന്തോഷപ്രദമായിരിക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ പറ്റുന്നത് നമ്മളുടെ മക്കളുടെ കൂടെ ആയിരിക്കണം. എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു.